ബാക്ക് ടു എടുക്കുക. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിനെയാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് traveled by an object. അതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് is a scalar quantity. ഡിസ്റ്റൻസ് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. A quantity having only magnitude. ഒരു ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഡിസ്റ്റൻസിൽ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് the straight line distance between initial and final position. Displacement എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് നമ്മൾ ചിലപ്പോൾ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയായിരിക്കും പോയിട്ടുള്ള. അതിനെയാണ് നമ്മൾ ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ ഒബ്ജക്റ്റ് ആണ് ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇത് എ എന്നാണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് ബി ആണ്. ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും കൂടിയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓർത്തിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി കൂടിയാണ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് കവർഡ് ആർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ലൈൻ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരേ ഇതിൽ പോകുമ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവുകയുള്ളൂ. പിന്നീട് നമുക്ക് ഇനി പഠിക്കാനുള്ളത് സ്പീഡിന്റെ ഒക്കെ ഇക്വേഷൻസ് ആണ്. സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്താണ്? സ്കേലർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ നേരത്തെ സ്കേലർ ക്വാണ്ടിറ്റി പഠിച്ചത് ഏതാണ്? ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് സ്കേലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെയാണ് സ്പീഡും സ്കേലർ ക്വാണ്ടിറ്റി ആവുന്നത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പീഡിന്റെ ഒക്കെ ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പൊ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അതിന്റെ ഇക്വേഷൻ. പിന്നീട് സ്പീഡ് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസും ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്നാൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നേരത്തെ പഠിച്ചു, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നാണ് പഠിച്ചത്. ഇനി യൂണിഫോം വെലോസിറ്റി. ആൻ ഒബ്ജക്ട് മൂവിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ is in uniform velocity if the magnitude of the displacement is equal at the interval of time. Equal interval of time magnitude of displacement equal ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ non uniform velocity എന്താണ്? When a body covers an unequal distance with an equal interval of time. അതാണ് non uniform velocity എന്ന് പറയുന്നത്. പിന്നീട് ആക്സലറേഷനെ കുറിച്ചിട്ടാണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം. റേറ്റ് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഈ വെലോസിറ്റി ചേഞ്ചിന്റെ അർത്ഥം. അതിനാണ് നമ്മൾ പറയാറ് v മൈനസ് യു ബൈ ഡിവൈഡഡ് ബൈ ടി. അതാണ് a v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുമ്പോഴാണ് റിട്ടാർഡേഷൻ ആവുകയുള്ളൂ. അപ്പോൾ റിട്ടാർഡേഷൻ എന്താണ്? ആക്സിലറേഷന്റെ നെഗറ്റീവ് ഫോം ആണ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിന് തന്നെയാണ് മൂന്നും പഠിക്കുന്നത്. ആൻഡ് ഒബ്ജക്ട് ഇൻ യൂണിഫോം വെലോസിറ്റി ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് velocity is equal at equal interval of time, but if the rate of change of velocity of an object varies different at the equal interval of time, when it be uniform acceleration. യൂണിഫോം അല്ല, ഇവിടെ non uniform എന്നാണ് വരുന്നത്. ഇതിന്റെ യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചു യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷനും ആണ്. An object is in uniform acceleration if the rate of change of velocity is equal at equal interval of time. Rate of change of velocity equal ആണ് ഓരോ interval of time എന്നാണെങ്കിൽ മാത്രമേ അതൊരു യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നു. But if the rate of change of velocity of an object varies different at interval of time, when it be non-uniform velocity. Non-uniform ആവും, അതിന്റെ rate of change of velocity different ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ അതൊരു നോൺ യൂണിഫോം ആക്സലറേഷൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് റോഡ് സൈൻസ് ആണ് പറയേണ്ടത്. മെൻഡേറ്ററി സൈൻ ആണ്. മെൻഡേറ്ററി സൈൻ എന്തുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സയൻസ് ഇൻഡിക്കേറ്റിംഗ് മെൻഡേറ്ററി കംപ്ലൈൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റോഡ് സയൻസിനെ പറ്റിയാണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മെൻഡേറ്ററി സയൻസ് എന്നാണ്. മെൻഡേറ്ററി സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് ഇൻഡിക്കേറ്റിംഗ് മെൻഡേറ്ററി കംപ്ലൈൻസ്. മേജർ കംപ്ലൈൻസുകളാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, പാർക്കിംഗ് അവൈലബിൾ അല്ല എന്നൊക്കെ എഴുതിയതാണ് ഈ മെൻഡേറ്ററി സയൻസ്. പിന്നെ കേഷനറി സയൻസ്. കേഷനറി സയൻസ് വെച്ചാൽ വാണിംഗ് സയൻസ് ആണ്. അവിടെ ഒരു പാലുണ്ട്, അവിടെ ഒരു സ്കൂളുണ്ട് എന്നിവയൊക്കെയാണ് അവിടെ. പിന്നെ ഇൻഫോർമേഷൻ സയൻസ്, ബേസിക് ഇൻഫോർമേഷനുകളാണ് ഇൻഫോർമേഷൻ സയൻസിലൊക്കെ. അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയിട്ടാണ്. ഇൻ വൈ ആക്സിസ് ഇസ് ദ പൊസിഷൻ. പൊസിഷൻ ആണ് വൈ ആക്സിസിലുള്ളത്. ഇൻ ആക്സിസിലാണെങ്കിലോ ടൈം ആണുള്ളത്. ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിനെയാണ്. ഇൻ വൈ ആക്സിസ് വെലോസിറ്റി ആണ്, നേരത്തെ അവിടെ പൊസിഷൻ ആണ്. ഇൻ എക്സ് ആക്സിസ് എപ്പോഴും ടൈം തന്നെ ആയിരിക്കും. ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്. v is equal to u plus at, s is equal to ut plus half at square, പിന്നെ v square is equal to u square plus 2as എന്ന ഇക്വേഷൻ ആണ്. അതൊക്കെ u എന്തിനാണ്? ഇനീഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി, പിന്നെ t ടൈം, a ആക്സിലറേഷൻ, s ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ആയി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരയ്ക്ക് എല്ലാവർക്കും ബൈ.